നമ്മൾ ഇന്ത്യക്കാർക്ക് ഇന്ത്യയിൽ എവിടെ വേണമെങ്കിലും അനായാസം യാത്ര ചെയ്യാം. ഇത് നമ്മുടെ ഭരണഘടന ഉറപ്പു നൽകുന്ന മൗലിക അവകാശം കൂടിയാണ്. എന്നാൽ നമ്മൾ ഇന്ത്യക്കാർക്ക് പ്രത്യേക അനുമതിയുടെ സഹായത്തോടെ മാത്രം സഞ്ചരിക്കാനാവുന്ന ഒരു കേന്ദ്ര ഭരണ പ്രദേശമുണ്ട്. അതാണ് UTL, അതായത് യൂണിയൻ ടെറിട്ടറി ഓഫ് ലക്ഷദ്വീപ്. അറബിക്കടലിലെ 36 ദ്വീപുകളുടെ ഒരു മനോഹരമായ ദ്വീപ സമൂഹമാണ് ലക്ഷദ്വീപ്. കേരള തീരത്ത് നിന്ന് 220 മുതൽ 440 കിലോമീറ്റർ അകലെയാണ് ഇത് സ്ഥിതി ചെയ്യുന്നത്. ടർക്കോയിസ് ലഗൂണുകൾ, പവിഴപ്പുറ്റുകൾ, പൊടിനിറഞ്ഞ മണൽ എന്നിവയ്ക്ക് പേരുകേട്ട ഇത് വിശ്രമവും ജലജന്യ സാഹസികതയും ആഗ്രഹിക്കുന്ന സഞ്ചാരികളുടെ സ്വപ്ന സ്ഥലമാണ്. മനോഹരമായൊരു ദ്വീപ സമൂഹമാണ് ലക്ഷദ്വീപ്. ലക്ഷദ്വീപ് കടലിൽ സ്ഥിതി ചെയ്യുന്ന ഈ ദ്വീപ സമൂഹം ഇന്ത്യയിലെ ഒരു കേന്ദ്രഭരണ പ്രദേശമാണ്. 32 ചതുരശ്ര കിലോമീറ്റർ മാത്രം വിസ്തൃതിയുള്ള ഈ പ്രദേശം ഇന്ത്യയിലെ കേന്ദ്രഭരണ പ്രദേശങ്ങളിൽ ഏറ്റവും ചെറുതുമാണ്. 1956 രൂപം കൊണ്ട് 1973 ലക്ഷദ്വീപ് എന്ന നാമകരണവും ചെയ്തു. ജനവാസമുള്ളതും അല്ലാത്തതുമായ അനേകം മനോഹരമായ പവിഴപ്പുറ്റു ദ്വീപുകളുടെ സമൂഹമാണിത്. 10 ദ്വീപുകളാണ് പ്രധാനമായും ജനവാസമുള്ളത്. ഇന്ത്യയുടെ തെക്ക് പടിഞ്ഞാറ് ഭാഗത്ത്, കേരളത്തിന് പടിഞ്ഞാറ്, മാലി ദ്വീപുകൾക്ക് വടക്കായി അറബിക്കടലിലാണ് ഈ ദ്വീപ് സമൂഹങ്ങളുടെ സ്ഥാനം. കേരളത്തിലെ ജനങ്ങളുമായി വംശീയ സാദൃശ്യമുള്ളവരാണ് ലക്ഷദ്വീപ് നിവാസികൾ. എന്നാൽ ഇന്ത്യൻ അറബി സംസ്കാരമാണ് ദ്വീപ് നിവാസികൾക്കെന്ന അഭിപ്രായവുമുണ്ട്. എല്ലാവരും മലയാള ഭാഷ അറിയാവുന്നവരാണ്. ലിപിയില്ലാത്ത ജസ്രി ഭാഷയാണ് ദ്വീപിന്റെ സംസാര ഭാഷ. എന്നാൽ മിനിക്കോയ് ദ്വീപിൽ മാത്രം സമീപ രാജ്യമായ മാലി ദ്വീപിലെ ഭാഷകളുമായി സാമ്യമുള്ള മഹൽ ഭാഷയാണ് സംസാരിക്കപ്പെടുന്നത്. മിനിക്കോയ് ദ്വീപിന് സാംസ്കാരികമായി ലക്ഷദ്വീപിനേക്കാൾ മാലി ദ്വീപിനോടാണ് സാമ്യം. ഇത് മിനിക്കോയ് ദ്വീപിനെ മറ്റു ദ്വീപുകളിൽ നിന്ന് വേർതിരിക്കുന്നു. 90% ജനങ്ങളും ഇസ്ലാം മത വിശ്വാസികളായ പട്ടികവർഗക്കാരാണ്. മറ്റു 10% ഇന്ത്യയുടെ വിവിധ ഭാഗങ്ങളിൽ നിന്ന് ജോലിക്കായി എത്തിയിട്ടുള്ള വിവിധ മതസ്ഥരാണ്. കേരളത്തിൽ നിന്ന് ലക്ഷദ്വീപിലേക്ക് എങ്ങനെ യാത്ര ചെയ്യാമെന്ന് നമുക്കൊന്ന് നോക്കാം. അതിനു മുമ്പ് വ്യത്യസ്തമായ യാത്രാ അനുഭവങ്ങളും യാത്രാ അറിവുകളും നിങ്ങൾക്ക് ലഭിക്കാൻ ഈ ചാനൽ സബ്സ്ക്രൈബ് ചെയ്തിട്ടില്ലെങ്കിൽ സബ്സ്ക്രൈബ് ചെയ്യാൻ മറക്കരുത്. കേരളത്തിൽ നിന്ന് ലക്ഷദ്വീപിലേക്കുള്ള പ്രധാന പ്രവേശന കവാടമാണ് കൊച്ചി. ഇവിടെ നിന്ന് നിങ്ങൾക്ക് 2 പ്രധാന യാത്രാ ഓപ്ഷനുകളുണ്ട്. ഒന്ന് വിമാനമാർഗവും രണ്ട് കപ്പൽ വഴിയും. ഇതിൽ വിമാനമാർഗത്തിൽ കൊച്ചി വിമാനത്താവളത്തിൽ നിന്ന് വിമാനത്താവളമുള്ള ലക്ഷദ്വീപിലെ ഏക ദ്വീപായ അഗത്തി ദ്വീപിലേക്ക് നേരിട്ടുള്ള വിമാന സർവീസുകൾ ലഭ്യമാണ്. അഗത്തി എയർപോർട്ട് വളരെ മനോഹരവുമാണ്. യാത്രയ്ക്ക് ഏകദേശം 1.5 മണിക്കൂർ എടുക്കും. എയർ ഇന്ത്യയും അലയൻസ് എയറും പതിവ് സേവനങ്ങൾ നൽകുന്നുണ്ട്. സീസണും ലഭ്യതയും അനുസരിച്ച് ഒരു 1 വേ ടിക്കറ്റിന് സാധാരണയായി 5,000 രൂപ മുതൽ 10,000 രൂപ വരെയാണ് നിരക്ക് വരുന്നത്. എന്നാൽ നിങ്ങൾക്ക് ഗോവയിൽ നിന്നും യാത്ര ചെയ്യാം. അങ്ങനെ യാത്ര ചെയ്യുകയാണെങ്കിൽ ഫ്ലൈ 91 പോലെയുള്ള വിമാനങ്ങളിൽ 2,000 രൂപയ്ക്ക് താഴെ മാത്രമേ ചാർജ് വരികയുള്ളൂ. മറ്റൊരു മാർഗം കപ്പൽ വഴിയാണ്. കൊച്ചിയിൽ നിന്ന് വിവിധ ദ്വീപുകളിലേക്ക്, പ്രത്യേകിച്ച് കവരത്തി, കൽപ്പേനി, മിനിക്കോയ് എന്നിവയിലേക്ക് യാത്രാ കപ്പലുകൾ സർവീസ് നടത്തുന്നു.
ഈ യാത്രയ്ക്ക് ഏകദേശം 14 മുതൽ 20 മണിക്കൂർ വരെ എടുക്കും. 2500 രൂപയിൽ നിന്നാണ് ടിക്കറ്റ് നിരക്ക് തുടങ്ങുന്നത്. വിവിധ ക്ലാസുകളിലായി ക്യാബിനുകൾ ലഭ്യമാണ്. ഉയർന്ന ക്ലാസുകളിൽ ഉയർന്ന നിരക്ക് നൽകണം. ടിക്കറ്റുകൾ മുൻകൂട്ടി ബുക്ക് ചെയ്യണം. ലക്ഷദ്വീപ് യാത്രയുടെ ആദ്യ കടമ്പ പെർമിറ്റ് ലഭിക്കുക എന്നതാണ്. കേരളത്തിൽ നിന്നുള്ളവർ ഉൾപ്പെടെ എല്ലാ ഇന്ത്യൻ സന്ദർശകർക്കും ലക്ഷദ്വീപിലേക്ക് യാത്ര ചെയ്യാൻ സംരക്ഷിത മേഖലാ പെർമിറ്റ് അഥവാ PAP ഉണ്ടായിരിക്കണം. ലക്ഷദ്വീപുകളുടെ ദുർബലമായ ആവാസ വ്യവസ്ഥ സംരക്ഷിക്കാൻ ഈ നിയമം സഹായിക്കുന്നു. ഇതെങ്ങനെയാണ് അപേക്ഷിക്കേണ്ടതെന്ന് നോക്കാം. നമുക്ക് പെർമിറ്റ് ഓൺലൈനായിട്ട് അപേക്ഷിക്കാൻ സാധിക്കും. ഇതിനായി ലക്ഷദ്വീപിന്റെ പെർമിറ്റൽ പോർട്ടൽ വെബ്സൈറ്റിൽ സന്ദർശിക്കണം. epermit.utl.gov.in എന്ന വെബ്സൈറ്റ് വഴിയാണ് നമ്മൾ അപേക്ഷിക്കേണ്ടത്. അപേക്ഷിക്കാൻ വേണ്ട രേഖകൾ: 1 ID പ്രൂഫ് നിർബന്ധമാണ്. അത് ആധാരോ പാസ്പോർട്ടോ അങ്ങനെ ഏതുമാവാം. പിന്നെ സമീപകാലത്തെടുത്ത പാസ്പോർട്ട് സൈസ് ഫോട്ടോകൾ, വ്യക്തിഗത വിശദാംശങ്ങളും ഉദ്ദേശിച്ച യാത്രാ തീയതികളും സന്ദർശിക്കാൻ ഉദ്ദേശിക്കുന്ന ദ്വീപുകളുടെയും വിവരവും നൽകണം. നിങ്ങളുടെ പ്രാദേശിക പോലീസ് സ്റ്റേഷനിൽ നിന്നുള്ള പോലീസ് ക്ലിയറൻസ് സർട്ടിഫിക്കറ്റ് അഥവാ PCC പ്രധാനമായും അഗത്തിയിലേക്ക് ആവശ്യമാണ്. ഇനി അതല്ലെങ്കിൽ നിങ്ങൾക്ക് അംഗീകൃത ട്രാവൽ ഏജന്റുമാർ വഴി പെർമിറ്റ് എടുക്കാം. മിക്ക പാക്കേജുകളും ഹോട്ടലുകളും സേവനത്തിന്റെ ഭാഗമായി പെർമിറ്റുകൾ ക്രമീകരിക്കാൻ സഹായിക്കുന്നു. അതല്ലെങ്കിൽ മറ്റു ട്രാവൽ ഏജൻസികളുടെ സഹായം നിങ്ങൾക്ക് ഉപയോഗിക്കാം. പെർമിറ്റ് പ്രോസസ്സിന് പ്രത്യേകിച്ച് PCC ലഭിക്കുന്നതിന് 2 മുതൽ 3 ആഴ്ച എടുത്തേക്കാം. അതുകൊണ്ട് തന്നെ നിങ്ങളുടെ യാത്ര കുറഞ്ഞത് 2 മുതൽ 3 മാസം മുമ്പെങ്കിലും ആസൂത്രണം ചെയ്യണം. സാധാരണയായി യാത്രയ്ക്ക് 7 മുതൽ 10 ദിവസം മുമ്പാണ് പെർമിറ്റുകൾ ലഭിക്കുക. പെർമിറ്റിന് സാധാരണ വരുന്ന ചെലവ് അപേക്ഷാ ഫീസ് ഒരാൾക്ക് 50 രൂപയാണ്. അതുകൂടാതെ പൈതൃക ഫീസ് മുതിർന്നവർക്ക് 200 രൂപയും കുട്ടികൾക്ക് 100 രൂപയും നൽകണം. PAP അഥവാ സംരക്ഷിത മേഖലാ പെർമിറ്റിന് 30 ദിവസമാണ് വാലിഡിറ്റി ഉണ്ടാവുക. കൂടാതെ അഗത്തി വിമാനത്താവളത്ത് ഒരാൾക്ക് 300 രൂപ ഗ്രീൻ ടാക്സും ഈടാക്കുന്നതാണ്. നമുക്ക് പൊതുവായിട്ട് വരുന്ന ചിലവും ബഡ്ജറ്റും എത്രയാണെന്ന് നമുക്ക് പരിശോധിക്കാം. 1-ലധികം ദ്വീപുകളെ സുഖകരമായി പര്യവേക്ഷണം ചെയ്യാൻ 5 മുതൽ 7 ദിവസം വരെ അനുയോജ്യമാണ്. നമുക്ക് വിമാനയാത്രയ്ക്കായി 2000 രൂപ മുതൽ 10000 രൂപ വരെയാണ് ചെലവ് വരിക. ദ്വീപുകൾ തമ്മിലുള്ള യാത്രയ്ക്ക് 4000 മുതൽ 8000 രൂപ വരെ ചിലവ് വരും. താമസത്തിനും മറ്റും ബഡ്ജറ്റ് റിസോർട്ടുകളാണെങ്കിൽ 3000 മുതൽ 5000 രൂപ വരെയാണ് ചിലവ്. മിഡിൽ ക്ലാസ് റിസോർട്ടുകളിൽ 7000 മുതൽ 15000 രൂപ വരെയാണ് ചിലവ് വരുന്നത്. നിങ്ങൾക്ക് ആഡംബര ബീച്ച് റിസോർട്ടുകളാണ് ആവശ്യമെങ്കിൽ 15000 രൂപ മുതൽ 25000 രൂപ വരെ ചിലവ് വരും. ഭക്ഷണത്തിനാണെങ്കിൽ പ്രതിദിനം റിസോർട്ടുകളിൽ 1500 മുതൽ 3000 രൂപ വരെ ചിലവാകും. നിങ്ങൾക്ക് ചിലവ് ചുരുക്കുവാനായി പുറത്തെ ഭക്ഷണങ്ങൾ കഴിക്കുകയും ലോക്കൽ ഫുഡുകൾ എക്സ്പ്ലോർ ചെയ്യുകയും ചെയ്യാം. അതുകൂടാതെ സ്കൂബ, സ്നോർക്കലിംഗ്, കയാക്കിംഗ്, ഗ്ലാസ് ബോട്ട് യാത്ര തുടങ്ങിയ ആക്ടിവിറ്റികൾക്ക് 1000 രൂപ മുതൽ 3500 രൂപ വരെയാണ് ചിലവ് വരിക. ആകെ യാത്രാ ചെലവ് ഏകദേശം 5 ദിവസം മുതൽ 7 ദിവസത്തേക്ക് ഒരു ഇടത്തര റിസോർട്ടിൽ താമസിക്കുകയാണെങ്കിൽ ഒരാൾക്ക് 60000 രൂപ മുതൽ ചിലവാകാം. ഇനി നിങ്ങൾക്ക് ലക്ഷദ്വീപിലെ ലോക്കൽ ടൂർ ഓപ്പറേറ്റർമാർ മുഖേന ബഡ്ജറ്റ് യാത്ര ബുക്ക് ചെയ്യുകയാണെങ്കിൽ ഇതിലും അല്പം കുറഞ്ഞ നിരക്ക് ലഭിക്കും. ഇനി അതല്ല, നിങ്ങളൊരു ലക്ഷദ്വീപ് നിവാസി നിങ്ങളെ ക്ഷണിക്കുകയാണെങ്കിൽ നിങ്ങൾക്ക് വളരെ കുറഞ്ഞ നിരക്ക് ടിക്കറ്റുകൾ ലഭിക്കുവാനും അതുവഴി കുറഞ്ഞ ചെലവിൽ യാത്ര ചെയ്യുവാനും സാധിക്കുന്നതാണ്.
ഇത് കൂടാതെ ചിലവ് കുറയ്ക്കാൻ നിങ്ങൾക്ക് ഹോം സ്റ്റേകൾ, ഗ്രൂപ്പ് പാക്കേജുകൾ അല്ലെങ്കിൽ ഓഫ് സീസൺ യാത്രകൾ എന്നിവ തിരഞ്ഞെടുക്കാം. ഇനി പ്രധാനമായിട്ടും ഏതെല്ലാം ദ്വീപുകൾ സന്ദർശിക്കണം, എന്തെല്ലാം ആക്ടിവിറ്റികൾ ചെയ്യണമെന്ന് നമുക്കൊന്ന് നോക്കാം. ഇതിൽ ആദ്യം അഗത്തി ദ്വീപാണ്. ഇവിടെയുള്ള പവിഴപ്പുറ്റുകൾ, വിമാനത്താവളത്തിൽ നിന്ന് എളുപ്പത്തിൽ എത്തിച്ചേരാവുന്ന സ്നോർക്കലിംഗ്, ഗ്ലാസ് ബോട്ടം ബോട്ട് സർവീസ്, ഡോൾഫിൻ നിരീക്ഷണം എന്നിവ നമുക്ക് പര്യവേക്ഷണം ചെയ്യാൻ സാധിക്കും. അടുത്തത് ബംഗാരയാണ്. ജനവാസമില്ലാത്ത ആഡംബരം, വിശ്രമകരമായ അന്തരീക്ഷം, സ്കൂബ, കയാക്കിംഗ്, വിൻഡ് സർഫിംഗ്, പ്രാകൃതമായ ബീച്ചുകൾ ഇതെല്ലാം അവിടെ നമുക്ക് എക്സ്പ്ലോർ ചെയ്യാൻ സാധിക്കും. മറ്റൊരു ദ്വീപ് കവരത്തിയാണ്. കവരത്തിയാണ് ലക്ഷദ്വീപിന്റെ ക്യാപിറ്റൽ. മറൈൻ മ്യൂസിയം, കുജറ പള്ളി, സാംസ്കാരിക ടൂറ്, ലൈറ്റ് ഹൗസ്, പ്രാദേശിക ഭക്ഷണം എന്നിവ ഇവിടെ നമുക്ക് എക്സ്പ്ലോർ ചെയ്യാൻ സാധിക്കും. മറ്റൊരു ദ്വീപ് കദമത്താണ്. തിരക്ക് കുറഞ്ഞ സ്നോർക്കലിംഗ്, ആമ നിരീക്ഷണം, ശാന്തമായ വിനോദയാത്രകൾ, ആഴൊഴിഞ്ഞ ബീച്ചുകൾ എന്നിവ നമുക്കിവിടെ ആസ്വദിക്കാൻ സാധിക്കും. പിന്നീട് സന്ദർശിക്കേണ്ടത് മിനിക്കോയാണ്. മിനിക്കോയിലെ ലൈറ്റ് ഹൗസ്, ബോട്ട് റേസുകൾ, സാംസ്കാരിക പൈതൃകം, ഗ്രാമത്തിലൂടെയുള്ള നടത്തം, ബോട്ട് സഫാരി, മീൻപിടുത്തം എന്നിവ നമുക്കിവിടെ എക്സ്പ്ലോർ ചെയ്യാൻ സാധിക്കും. കൂടാതെ മൊത്തത്തിൽ നമുക്ക് പക്ഷി നിരീക്ഷണം, നാച്ചുറൽ വാക്കിംഗ്, ആഴം കുറഞ്ഞ ക്രിസ്റ്റൽ ബീച്ചുകളിലുള്ള നീന്തൽ എന്നിവ നമുക്ക് ആസ്വദിക്കാനും സാധിക്കും. ഇതുകൂടാതെ കവരത്തിലെ മറൈൻ മ്യൂസിയം സന്ദർശിക്കാൻ ശ്രമിക്കണം. ഇതുകൂടാതെ കദമത്ത്, മിനിക്കോയി എന്നിവിടങ്ങളിലെ പ്രാദേശിക സമുദ്ര വിഭവങ്ങൾ എക്സ്പ്ലോർ ചെയ്യുവാനും ശ്രമിക്കണം. എന്നാൽ ലക്ഷദ്വീപിലെത്തിയ ഉറപ്പായും ചെയ്യേണ്ട ചില സാഹസിക വിനോദങ്ങളുമുണ്ട്. അതിലൊന്ന് സ്നോർക്കലിംഗ് ആണ്. അതുകൂടാതെ സ്കൂബ ഡൈവിംഗ്. ഇന്ത്യയിൽ തന്നെ വളരെ മനോഹരമായ സമുദ്ര കാഴ്ചകൾ നൽകുന്ന സ്കൂബ ഡൈവിംഗ് ആണ് ലക്ഷദ്വീപിൽ ലഭ്യമായിരിക്കുന്നത്. മറ്റേതൊരിടത്തേക്കാളും കുറഞ്ഞ നിരക്കുമാണ് ലക്ഷദ്വീപിൽ സ്കൂബ ഡൈവിംഗ് ചെയ്യാൻ. കൂടാതെ ഗ്ലാസ് ബോട്ടഡ് ബോട്ട് സഫാരികൾ വളരെ രസകരമായ യാത്രയായിരിക്കും. അതായത് നമ്മൾ സഞ്ചരിക്കുന്ന ബോട്ടിന്റെ അടിഭാഗം പൂർണ്ണമായും ഗ്ലാസ് കൊണ്ട് നിർമ്മിച്ച് കടലിലെ കാഴ്ചകൾ കണ്ട് യാത്ര ചെയ്യാൻ ഇതിലൂടെ സാധിക്കും. പ്രാദേശിക ഗ്രാമങ്ങൾ സന്ദർശിക്കുക, പറ്റുമെങ്കിൽ അവരുടെ പാരമ്പര്യത്തിന്റെ ഭാഗമായ മിനിക്കോയിലെ ലാവാ നൃത്തം കാണുക. പരമ്പരാഗത കരകൗശല വസ്തുക്കൾ വാങ്ങാൻ ഷോപ്പിംഗ് നടത്തുക. ഇവയെല്ലാം അവിടെ ചെയ്യാൻ സാധിക്കും. കൂടാതെ ക്രൂയിസുകളും ബോട്ടുകളും ഒന്നിലധികം ദ്വീപുകളിലേക്കും മറ്റും പകൽ യാത്രകൾ സംഘടിപ്പിക്കുന്നുണ്ട്. യാത്ര ചെയ്യാൻ പറ്റിയ സമയം ഒക്ടോബർ മുതൽ മെയ് പകുതി വരെ സുഖകരമായ കാലാവസ്ഥയ്ക്കും ശാന്തമായ കടലിനും അനുയോജ്യമാണ്. മൺസൂൺ, അതായത് മെയ് പകുതി മുതൽ സെപ്റ്റംബർ വരെ പ്രക്ഷുബ്ധമായ കടൽ കാരണം യാത്ര റെക്കമെൻഡ് ചെയ്യുന്നില്ല. പക്ഷേ ആ സമയം നേച്ചർ ഫോട്ടോഗ്രാഫിക്ക് വ്യത്യസ്തമായ ഒരു ആകർഷണവുമുണ്ട്. ശ്രദ്ധിക്കേണ്ട കാര്യം, ബംഗാരം ഒഴികെയുള്ള എല്ലാ ദ്വീപുകളെയും മദ്യം നിരോധിച്ചിരിക്കുന്നു. അതുകൊണ്ട് മദ്യവും മറ്റു ലഹരി വസ്തുക്കളും ഒരിക്കലും കയ്യിൽ കരുതരുത്. പ്രാദേശിക ആചാരങ്ങളെ ബഹുമാനിക്കുക. നിങ്ങൾ യാത്രയിൽ എല്ലായ്പ്പോഴും പ്രിന്റ് ചെയ്ത പെർമിറ്റുകൾ, സാധുവായ ID, ചെക്കിങ്ങുകൾക്കും മറ്റുമായി പാസ്പോർട്ട് സൈസിലുള്ള ഫോട്ടോ എന്നിവ എപ്പോഴും കയ്യിൽ കരുതുക. അതുപോലെ സീറ്റുകളും മുറികളും പരിമിതമായതിനാൽ പീക്ക് സീസണുകൾ മാസങ്ങൾക്ക് മുമ്പ് തന്നെ നിറയുന്നതിനാൽ കപ്പലുകൾ, ഫ്ലൈറ്റുകൾ, താമസ സൗകര്യങ്ങൾ എന്നിവ നേരത്തെ ബുക്ക് ചെയ്യാൻ ശ്രമിക്കുക. പരിസ്ഥിതി സ്നേഹമുള്ള, സാഹസികത ആഗ്രഹിക്കുന്ന, റെസ്പോൺസിബിളായ വിനോദസഞ്ചാരികൾക്ക് ലക്ഷദ്വീപ് അനുയോജ്യമാണ്. കേരളത്തിൽ നിന്നുള്ള ശ്രദ്ധാപൂർവമായ ആസൂത്രണത്തിലൂടെ ദ്വീപുകൾ ജീവിതത്തിൽ ഒരിക്കലും ലഭിക്കാത്ത ഒരു പ്രതിഫലദായകമായ അനുഭവം നിങ്ങൾക്ക് നൽകും.
ഇവിടുത്തെ ആതിഥ്യ മര്യാദയും ജനങ്ങളുടെ സ്നേഹവും എടുത്തു പറയേണ്ട ഒരു കാര്യമാണ്. ഈ കാര്യങ്ങളെല്ലാം നിങ്ങളുടെ ലക്ഷദ്വീപ് യാത്രയെ അവിസ്മരണീയമാക്കും. ലക്ഷദ്വീപ് യാത്രയെക്കുറിച്ചോ മറ്റു യാത്രകളെക്കുറിച്ചോ എന്തെങ്കിലും സംശയമുണ്ടെങ്കിൽ കമൻ്റായി ചോദിക്കാം.